കേരള തമിഴ്നാട് അതിർത്തിയിലെ ചരിത്രപ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രാ പൗർണമി ഉത്സവം പൂർത്തിയായി. വർഷത്തിലൊരിക്കൽ മാത്രം പ്രവേശനമുള്ള പുണ്യപുരാതന ക്ഷേത്രത്തിലെ ഉത്സവം കേരള തമിഴ്നാട് സംസ്ഥാനങ്ങൾ സംയുക്തമായാണ് നടത്തുന്നത്. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സമുദ്രനിരപ്പിൽ നിന്നും 4830 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രമാണ് മംഗളാദേവി. ചൈത്രമാസത്തിലെ പൗർണമി നാളിൽ മാത്രം ഭക്തർക്കായി തുറന്നുകൊടുക്കുന്ന ക്ഷേത്രം. ഈ ദിനം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി 10,000-കണക്കിന് ഭക്തരാണ് ഇവിടേക്ക് ഒഴുകിയെത്തുക. ഇരു സംസ്ഥാനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഇത്തവണയും ഉത്സവം വിജയകരമായി സംഘടിപ്പിച്ചത്. 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഒരേ സമയം തമിഴ്നാട് കേരള രീതികളിലുള്ള പൂജാകർമ്മങ്ങൾ നടക്കും. പുലർച്ചെ 5:30-യോടെ ക്ഷേത്രനട തുറന്ന് ആചാരപരമായ ചടങ്ങുകൾ ആരംഭിച്ചതു മുതൽ വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത്. മലകയറി മംഗളാദേവിയിലെത്തിയ ഏവർക്കും മികച്ച ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഇരു സംസ്ഥാനങ്ങളും ചേർന്ന് ഒരുക്കിയിരുന്നു. നല്ലതായിരുന്നു. ഞങ്ങൾ KSRTCയിലാണ് വന്നത്. പിന്നെ കുംബ്ലിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ജീപ്പിൽ വന്നു. അങ്ങനെ അതികഠിനമൊന്നും പറയാനില്ലെങ്കിലും നല്ലൊരു യാത്ര തന്നെയായിരുന്നു. மிகச்சிறப்பு வாய்ந்த வரலாற்று ஸ்தலம் இது. இந்த கோவிலை கண்டிப்பாக புனரமைக்கணும். அது மட்டும் இல்லாமல் ஒருத்தி அப்படின்ற இந்திய பண்பாட்டையும் கலாச்சாரத்தையும் உணர்த்திய நம்மளோட கற்புக்கரசி தான் இங்கே மங்களாதேவியா அருள் பாலிச்சிட்டு இருக்காங்க. ശക്തമായ മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമേ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. ഇടുക്കി, തേനി ജില്ലാ ഭരണകൂടങ്ങളുടെ മേൽനോട്ടത്തിൽ വിവിധ വകുപ്പുകൾ സംയുക്തമായാണ് ഉത്സവത്തിന് ക്രമീകരണങ്ങൾ ഒരുക്കിയത്. വിശ്വാസവും പൗരാണികതയും പ്രകൃതി ഭംഗിയും ഒത്തുചേരുന്ന ഇടമാണ് മംഗളാദേവി. ഓരോ വർഷവും ചൈത്ര പൗർണമി ദിനത്തിൽ കണ്ണകിയുടെ വിശ്വാസവും ഉൾക്കൊണ്ട് ആയിരക്കണക്കിനായ മനുഷ്യരാണ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഈ പുരാതന ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. ക്യാമറാമാൻ ദിലീപ് ഗോപിക്കൊപ്പം അഖിൽ TS, കൈരളി ന്യൂസ്.